പാലക്കാട് ഷൊർണൂരിൽ 123 വർഷത്തെ ഒരു ചരിത്രം അത് ഓർമ്മയാവുകയാണ്. ഷൊർണൂരിലെ നിലാനദിക്ക് കുറുകെ നിർമ്മിച്ച ആദ്യത്തെ പാലമായ പഴയ കൊച്ചിപ്പാലം അത് പൊളിച്ചു നീക്കാൻ സർക്കാർ ഉത്തരവായിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഷൊർണൂരിലൂടെ ഒരിക്കലെങ്കിലും കടന്നുപോയവരുടെ കണ്ണിൽ കൊച്ചിൻ പാലം ഉടക്കാതിരുന്നിട്ടുണ്ടാവില്ല. തിരുവിതാംകൂറിനെയും മലബാറിനെയും ബന്ധിപ്പിച്ച ആദ്യ പാലം. ഷൊർണൂരിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ ഗതാഗതം തിരുവിതാംകൂറിലേക്ക് എത്തിക്കണമെന്ന അന്നത്തെ കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പുരാന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് കൊച്ചിപ്പാലം. മലബാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് തീവണ്ടി ഗതാഗതത്തിന് വേണ്ട ചെലവ് വഹിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ രാജകുടുംബത്തിലെ പലരുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ സ്വർണത്തിൽ തീർത്ത 14 നെറ്റിപ്പട്ടങ്ങളും പൊതുഖജനാവിലെ പണവുമായി 84 ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ചതാണ് കൊച്ചിൻ പാലം എന്നതാണ് ചരിത്രം. 1902 ജൂൺ 2-ന് ആദ്യത്തെ ചരക്ക് ട്രെയിനും ജൂലൈ 16-ന് ആദ്യത്തെ യാത്രാവണ്ടിയും മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് കൊച്ചി പാലത്തിലൂടെ സർവീസ് നടത്തി. ഇതേ പാലത്തിലൂടെയാണ് ആദ്യകാലത്ത് മോട്ടോർ വാഹനങ്ങളും കടന്നുപോയിരുന്നത്. പഴകിയ പാലത്തിൽ കൂടെയാണ് മുമ്പ് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നത് എന്ന് നമ്മുടെയൊക്കെ പൂർവികർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് ശരിയാണ് താനും. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ചെറുതുരുത്തി പഞ്ചായത്തിലേക്ക് കടന്നാലും നമ്മുടെ ഷൊർണൂർ പാലത്തിന്റെ ഇപ്പുറത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ബലക്ഷയത്തെ തുടർന്ന് ഏറെക്കാലം അടച്ചിട്ട പാലം 2003 ജനുവരി 25-ന് പിന്നീട് തുറന്നു. എന്നാൽ പിന്നീട് പാലത്തിന്റെ 2 സ്പാനുകൾ 2011 നവംബർ 9-ന് നിലംപൊത്തി. നിലവിൽ അപകട ഭീഷണിയിൽ തുടരുന്ന പാലം പൂർണ്ണമായി പൊളിച്ചു നീക്കാൻ സർക്കാർ ഉത്തരവായിരിക്കുകയാണ്. എന്നാൽ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാലം സംരക്ഷിച്ചു നിർത്തണമെന്നാണ് ചരിത്രകാരന്മാരും ഒരു വിഭാഗം സാമൂഹിക പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. ജനം, പാലക്കാട്.